ഐഫോണിനും മനസ്സിലായി താത്ത പക്ക തീവ്രവാദികളാണെന്ന്. താങ്കൾ ആദ്യം ഈ കെട്ട് ഉണ്ടല്ലോ, തലയിൽ ഈ കനമുണ്ടല്ലോ, ആ കനം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് മനുഷ്യരായിട്ട് വന്ന് ഡയലോഗ് ഇറക്കണം. ഒന്ന് കുളിക്കുകയും കൂടെ വേണം തല തണുക്കാൻ. അപ്പോഴേ ഈ പന്നി, നേരത്തെ പറഞ്ഞില്ലേ, പന്നിയുടെ ഒരു കെട്ട് ഇറങ്ങിപ്പോവുള്ളൂ. അതിൻ്റെ കൂടെ ചിലപ്പം കുറച്ച് തീവ്രവാദവും ഇറങ്ങിപ്പോവും. അപ്പോൾ ഒരു മനുഷ്യനായിട്ട് തോന്നിയിട്ട് വന്നിരുന്ന് ഇമ്മാതിരി മൂഞ്ചാൻ വരണം. മനസ്സിലായ? സംഘികളെ മൂഞ്ച ഇറങ്ങുമ്പം കുറച്ചുകൂടെ ഒരു ചേട്ടാ, ആ പെൺകുട്ടിക്ക് എത്ര വയസ്സ് കാണും? നാള് നോക്കാതെ സമയത്ത് ചേട്ടൻ പെണ്ണ് കിട്ടിയിരുന്നെങ്കിൽ ആ പ്രായത്തിലുള്ളൊരു മോള് ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ തീവ്രവാദ കെട്ടെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ തലയിൽ കാണുന്ന ഷോളല്ലേ? ചേട്ടൻ ഈ സംസാരിക്കുന്നത് പോലെ കേരളത്തിൽ സംസാരിക്കുന്ന ഒരു ഇസ്ലാമിക പ്രഭാഷകനോ ഒരു സാധാരണക്കാരനോ ഉണ്ടോ? അഥവാ ഇതര സമൂഹത്തെ ഇത്രമേൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ട്, ഇത്രമേൽ ഇകഴ്ത്തിയിട്ട്, ചന്ദനക്കുറി ധരിച്ചവർ, കൊന്തമാലയിട്ടവർ, അങ്ങനെയൊക്കെ മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ടവരുടെ ഐഡൻറ്റിറ്റി ധരിച്ച ആരെങ്കിലുമൊക്കെ തീവ്രവാദികളും അവരൊക്കെ ഭീകരവാദികളും അവരൊക്കെ മോശപ്പെട്ടവരും അവരൊക്കെ കുളിക്കാത്തവരും വൃത്തിയില്ലാത്തവരും എന്നൊക്കെ പറയുന്ന ആ ഭാഷ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാരാണ് ഉപയോഗിക്കാറുള്ളത്? ചേട്ടൻ്റെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം ചേട്ടന് ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ചേട്ടൻ അത് ഉപയുക്തമാകും, ജീവിതത്തിൽ ഉപയുക്തമാകും. ചേട്ടൻ്റെ കമൻറ്റ് ബോക്സിൽ ചേട്ടൻ ഇത് പറയുമ്പോൾ തെറി വിളിക്കുന്ന മനുഷ്യരും ചേട്ടൻ്റെ അതേ മനോഭാവമുള്ളവരാണ്. ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ അതിൻ്റെ താഴെ വന്നിട്ട് ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇത് ചിന്തനീയമാണ്, ഇത് നല്ലതാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? ചേട്ടൻ ചിന്തിക്കുന്നത് പോലെ അങ്ങേയറ്റം തരം താന്ന അതേ മനോഭാവം കൊണ്ട് നടക്കുന്നവരാണിത്. പിന്നെ ചേട്ടൻ കുളിക്കണമെന്നും ഇതൊക്കെ തലേന്നെടുത്ത് മാറ്റണമെന്നൊക്കെ ആരോടായി പറയുന്നത്? ചേട്ടാ, 5 നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി അംഗസ്നാനം ചെയ്യുന്ന, ശരീരം വൃത്തിയാക്കുന്ന, കിടപ്പറമം കിട്ടാൽ നിർബന്ധമായി കുളിക്കേണ്ടവർ, രാവിലെ എണീറ്റാൽ പല്ല് തേക്കലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവനും മതത്തിൻ്റെ നിയമമായിട്ടുള്ളതാണ്. അല്ലാതെ ജനങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഒരു സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടല്ല. മതത്തിൻ്റെ നിയമമുള്ള ഒരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ ഇത് പറയുന്നത്. അവൾ മൂത്രം ഒഴിച്ചാൽ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് പോണവരാ. ആ പെൺകുട്ടി മൂത്രം ഒഴിച്ചാൽ, ചേട്ടൻ നന്നായിട്ട് മനസ്സിലാണ്, മൂത്രം ഒഴിച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട് പോകുന്നവരാ. ആ പെൺകുട്ടി ഒരു കാലത്തും കാഷ്ടവും മൂത്രവും അങ്ങനെയുള്ള ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചവരുണ്ട്, ചേട്ടൻ അറിയോ? കഴിച്ചവർ അറിയത്തില്ലേ? കണ്ടു നോക്ക്. കുത്തക്കാമനെ ഖായാ പട്ടിയെ നമ്മൾ തിന്നിട്ടുണ്ട്. മലവും മൂത്രവും ഒക്കെ കഴിച്ചിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ടും ചത്ത മനുഷ്യന്റെ മാംസം തിന്നുന്നവരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ, ഇല്ലേ? ചേട്ടൻ ആരെയും വൃത്തി പഠിപ്പിക്കാൻ പോകുന്നത്? ചത്ത മനുഷ്യന്റെ മാംസം തിന്നുന്നവരുണ്ട്. കണ്ടല്ലോ, വാർത്ത ഉണ്ടല്ലോ. ഇതൊക്കെ നടക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതൊക്കെ സംസ്കാരമാണ്, വൈവിധ്യമാണ്, മഹിതമാണ്, മഹത്തരമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആ ആശയം ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചേട്ടനാണോ ഇവിടെ ഒരു പെൺകുട്ടി തലയിൽ തട്ടം ധരിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ കുളിക്കണം, തലയിൽ വെള്ളം ഒഴിക്കണം എന്നൊക്കെ പറയുന്നത്? ചേട്ടാ, അതൊക്കെ ആ പെൺകുട്ടിയോട് പറയുമ്പം ഏറ്റവും കുറഞ്ഞത് ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചേട്ടൻ ഏത് ആശയത്തിൻ്റെ ഭാഗമാണെന്ന് പൊതുജനം കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ അങ്ങേറ്റം വൃത്തികേടാണ്. ഈ വൃത്തികേട് ഇക്കാലം അത്രയും തുടർന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ഒരു മനുഷ്യനെയും സ്വാധീനിക്കാൻ കഴിയാതിരുന്നത്. ചേട്ടൻ എൻ്റെ വീഡിയോയുടെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്ക്. ചേട്ടൻ ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ അതേ ആശയം ഉൾക്കൊള്ളുന്ന അനേകായിരം മനുഷ്യർ ആ കമൻറ്റ് ബോക്സിലുണ്ടാവും. നല്ലത് പറയുന്നുണ്ടാവും. നമ്മൾ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതേസമയത്ത് ചേട്ടൻ ഏത് വീഡിയോ എടുത്താലും ഒരു സമുദായത്തെ അങ്ങേയറ്റം മോശം, ചേട്ടാ ഈ പൊട്ട് ധരിച്ചവരെയൊക്കെ അങ്ങേയറ്റം മോശം പറയാനൊന്നും നാവ് വഴങ്ങാത്തത് കൊണ്ടല്ല. ഞങ്ങൾക്കൊന്നും നിങ്ങൾ പറയുന്നത് പോലെ അതിനേക്കാൾ മനോഹരമായി വാക്ചാതുര്യത്തോടു കൂടി ചടുലതയോടുകൂടി പറയാനറിയാം. പക്ഷേ ഇവിടെ കേട്ടിരിക്കുന്ന അനേകായിരം വരുന്ന ഹിന്ദു സമൂഹം ഇവിടെ ഉണ്ട്, ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്. അവർക്ക് വേദനിക്കുന്നുള്ളതുകൊണ്ടാണ് സംഘപരിവാറിനെ പറയുമ്പോൾ പോലും ഞങ്ങൾ പിടിച്ച് നിർത്തിയാണ് പറയുക. പിടിച്ച് ആണ് പറയുക. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ പറയുന്ന വാക്കും കൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിന് വേദന ഉണ്ടാകാൻ പാടില്ല. ഇത് സംഘപരിവാറിന് മാത്രമാവണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ചേട്ടാ, അങ്ങേയറ്റം വൃത്തികേട് മോശമാണ്. ചേട്ടാ, ആശയത്തെ ആശയം കൊണ്ട് നീട്ടും. അതല്ലേ മനോഹരം, അതല്ലേ വൈവിധ്യം. ആ പെൺകുട്ടി പറഞ്ഞ ആശയത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതിമനോഹരമായി അതിന് മറുപടി പറഞ്ഞൂടെ? ചേട്ടൻ എന്തൊക്കെയായി പറഞ്ഞത്? തട്ടം, തീവ്രവാദം. ചേട്ടാ, ആ പെൺകുട്ടി, ഇപ്പം നിങ്ങൾ കണ്ട പെൺകുട്ടിയെ അവർ ഏതെങ്കിലും തീവ്രവാദ കേസിൽ പ്രതിയായിരുന്നു? അല്ല. ജ്യോതി മൽഹോത്ര എനിക്കറിയില്ല, അറിയില്ല. കേരളത്തിൽ വന്ന് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിനന്ന് ട്രെയിനിൽ സഞ്ചരിച്ചില്ലേ? അവർ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ അക്രമം നടത്തിയില്ലേ? അതിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നല്ലോ. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പാകിസ്ഥാനികൾക്ക് ഒറ്റക്കൊടുത്ത
പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഒറ്റിക്കൊടുത്ത, ആ ഓപ്പറേഷൻ സിന്ധുവിന് ഒറ്റിക്കൊടുത്ത ജ്യോതി മൽഹോത്ര അവരുടെ തലയിൽ തട്ടമല്ലായിരുന്നു. അവരെ നെറ്റിത്തടത്തിൽ പൊട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവരെ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ തീവ്രവാദികളെന്ന് പറയൂ? അങ്ങനെ പറയാതിരിക്കലാണ് മാനവികത, അതാണ് മനുഷ്യത്വം. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ജനങ്ങൾ കേൾക്കുന്നതും ചേട്ടനെന്നും മനുഷ്യർ കേൾക്കാത്തത്. അതുകൊണ്ട് ചേട്ടാ, ഈ മോളാകാൻ പ്രായമുള്ളൊരു പെൺകുട്ടിയൊക്കെ ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രയും വൃത്തികേട് പറയും. ചേട്ടനെ ആശയം കൊണ്ട് ആശയത്തെ നേരിടൂ. കഴിയത്തില്ല 100% ഉറപ്പാ. ഈ തെറിയും തെമ്മാടിത്തരവും മാത്രമാണ് നിങ്ങളുടെ ആയുധം. അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഈ സാധനം ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും അങ്ങനെ തന്നെ ഈ മനുഷ്യർ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുകയും ആ ആശയത്തോട് യോജിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നും കിട്ടുന്നില്ല. കാരണം നിങ്ങളൊക്കെ സ്ഥിരമായി നിങ്ങളുടെ ആശയത്തെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന നല്ല കണ്ടന്റുകളോ കോഴ്സുകളോ അല്ല പറയുന്നത്, മറിച്ച് മനുഷ്യന്മാരെ പച്ചക്ക് തെമ്മാടിത്തരം പറയുക. ആർക്കാണ് ചേട്ടാ ഇത് ഉൾക്കൊള്ളാൻ പറ്റും? ഒരു മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന്.